നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുന്ന ഹിന്ദു ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ മിലിയോഡൈസിസ് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത് അതൊരു ബേസിക് വന്നിരിക്കുന്ന ന്യൂസ് ആണ്. ഒഡീഷയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാക്ടീരിയ കോസ്ഡ് ഡിസീസസ് ആണ്. ഈ ഒരു ഡിസീസിന്റെ ഒരു ഇമ്പാക്ട് ഈ പറഞ്ഞ സയന്റിസ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂടുതലും സൈക്ലോൺസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട ഹറിക്കെയിൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിസീസ് കൂടുതൽ സ്പ്രെഡ് ആകുന്ന എന്ന രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് ആ ഒരു മിലിയോഡൈസിസ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് സയൻസിന്റെ പെർസ്പെക്ടീവ് ഡിസീസസ് എന്നുള്ള പെർസ്പെക്ടീവിൽ നമുക്ക് പ്രിലിംസിന് അപ്കമിംഗ് പ്രിലിംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏകദേശം 9 മാസമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ സുനിത വില്യംസ് ഈ പറഞ്ഞ സ്റ്റക്ക് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം സ്പേസ് എക്സിന്റെ ഈ പറഞ്ഞ പോലെ റോക്കറ്റ് ഈ ഒരു ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പോയിന്റ് നമുക്ക് അപ്കമിംഗ് പ്രിലിംസിനകത്ത് സ്പേസ് ടെക്നോളജിയുടെ പെർസ്പെക്ടീവിൽ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ദെൻ തേർഡ് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചർ ആണ് റിലേറ്റഡ് ടു ഇന്ത്യൻ ലോങ് ബിൽഡ് വൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഒരു വൾച്ചർ കാറ്റഗറി എന്നൊക്കെ പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ എക്കോളജിയുടെ പെർസ്പെക്ടീവിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ദെൻ ഫോർത്ത് ടോപ്പിക് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. സോ ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ സൈഡ് എഡിറ്റോറിയലായിട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. സോ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നമുക്ക് ഇന്റർനാഷണൽ ബോഡീസിന്റെ പെർസ്പെക്ടീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതുണ്ട്. സോ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നൊരു മോഡൽ എംസിയും കൂടി സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് environmental mapping reveals melioidosis in Odisha peak during monsoon എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ആ ഒരു മെലിയോഡോസിസ് എന്നുള്ള ആ ഒരു ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അതിന്റെ ട്രാൻസ്മിഷൻ ഏത് രീതിയിലാണ് നടക്കുന്നത്, അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് പ്രധാനമായിട്ടും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ്. സോ എനിവേയും ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കോസ്ഡ് ബൈ ബർക്കോഹോൾഡേരിയ സ്യൂഡോമലൈ എന്നുള്ളതാണ് ഈ ഒരു ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട പേര്. ഇതിനെ ഷോർട്ടിലാണ് ബി സ്യൂഡോമലൈ എന്നറിയപ്പെടുന്നത്. സോ ദിസ് സ്യൂഡോമലൈ ലീവ്സ് ഇൻ സർഫസ് വാട്ടേഴ്സിലാണ് സർവൈവ് ചെയ്യുന്ന, ഡീപ് വാട്ടേഴ്സിലല്ല. പരീക്ഷയിൽ അങ്ങനെ രീതിയിൽ തെറ്റിച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരാം. ബി സ്യൂഡോമലൈ എന്നുള്ള ആ ഒരു ബാക്ടീരിയ ലീവ് ചെയ്യുന്ന സർഫസ് വാട്ടേഴ്സിലാണ്, എസ്പെഷ്യലി സ്ട്രീംസിലും റിവേഴ്സിലും ലേക്സിലും ആൻഡ് സോയിൽ മോസ്റ്റ്ലി ഇൻ ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ ഏരിയാസ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ബാക്ടീരിയ കണ്ടെത്താൻ സാധിക്കുന്ന ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഏരിയാസ് എന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് ഇറ്റ് ഈസ് എൻഡമിക് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് എൻഡമിക് ആണ് ഈ സ്പീഷി. നോർത്തേൺ ഓസ്ട്രേലിയ, മച്ച് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, സതേൺ ചൈന, ഹോങ്കോങ്, തായ്വാൻ ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ബി സ്യൂഡോമലൈ എന്നുള്ള ആ ഒരു ബാക്ടീരിയ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ആൻഡ് സംടൈംസ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് വിറ്റ്മോഴ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നതും ഈ ഒരു മിലിയോഡോസിസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ ഹൈ കേസ് ഓഫ് ഫാറ്റലിറ്റി റേറ്റ്. മരണം സംഭവിക്കാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്, റേഞ്ചിങ് ഫ്രം 16% to 50% ഇൻ നോൺ എൻഡമിക് റീജിയൻസ്. ഇനി ഇതിന്റെ ട്രാൻസ്മിഷൻസ് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ബോത്ത് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ക്യാൻ ഗെറ്റ് മെലിയോഡോസിസ്. അപ്പോൾ ഇത് മനുഷ്യരെ മാത്രമല്ല ബാധിക്കാൻ ചാൻസ് ഉള്ളത്, മൃഗങ്ങളെയും ബാധിക്കാൻ ചാൻസ് ഉള്ളവയാണ്. ബട്ട് പീപ്പിൾ കാൺ ഗെറ്റ് ഫ്രം ആനിമൽസ്. അപ്പോൾ ഇത് സൂനോട്ടിക് ഡിസീസ് അല്ല. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഡിസീസ് പറയുന്നവരാണ് സൂനോട്ടിക് ഡിസീസ്. പക്ഷേ ഇത് പീപ്പിൾ കാൺ ഗെറ്റ് ഫ്രം ആനിമൽസ് എന്നുള്ളതാണ് നിലവിലെ സ്റ്റഡീസ് തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇത് സൂനോട്ടിക് ഡിസീസ് അല്ല എന്നുള്ള കാര്യം ഓർക്കാം. ബട്ട് ഹ്യൂമൻസിനും ആനിമൽസിനും ഇത് കിട്ടാനായിട്ടുള്ള ചാൻസ്, ഇത് പകരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് സ്പ്രെഡ് ടു പീപ്പിൾ ആൻഡ് ആനിമൽസ് ത്രൂ ഡയറക്ട് കോൺടാക്ട് വിത്ത് സോയിൽ. അപ്പോൾ ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഡയറക്ട് കോൺടാക്ട് വിത്ത് സോയിൽ, എയർ ഓർ വാട്ടർ contaminated by the bacteria. ഈ ബാക്ടീരിയൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള എയർ, സോയിൽ, വാട്ടർ ഇവയൊക്കെ നമ്മൾ നേരിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തേക്ക് എൻ്റർ ചെയ്യപ്പെടാറുള്ളത്. ആൻഡ് കേസസ് മേ ഇൻക്രീസ് ആഫ്റ്റർ ഹറിക്കെയിൻസ്, ഹെവി റെയിൻ ആൻഡ് അതർ സിവിയർ വെതർ events because bacteria rise to surface of the soil. അതായത് മണ്ണിനടിയിൽ കഴിയുന്ന ഈ ഒരു ബാക്ടീരിയ പൊതുവിൽ ഈ പറഞ്ഞ പോലെ മണ്ണ് നനയുമ്പോഴേക്കും ആ ഒരു സൈക്ലോൺസ് അല്ലെങ്കിൽ ആ ഒരു റെയിൻഫോൾ സമയങ്ങളിൽ ഈ ബാക്ടീരിയ സർഫസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും സോയിലുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു കണ്ടാമിനേറ്റുള്ള വാട്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയറക്ട്ലി, നമ്മളായിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, ഡയറക്ട്ലി കോൺടാക്റ്റിൽ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത് ബാക്ടീരിയ കോസിസ് ആണെന്ന കാര്യം മറക്കരുത്. ബിക്കോസ് വൈറൽ ഇൻഫെക്ഷൻ എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചു തരാം. ദെൻ മെലിയോഡോസിന്റെ കാര്യം പറയുവാണെങ്കിൽ മോസ്റ്റ്ലി ഫൗണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഇവിടങ്ങളിൽ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് 40 മുതൽ 60 വയസ്സ് പ്രായമായ ആളുകളിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർട്ടൻ അണ്ടർലൈൻ കണ്ടീഷൻസിൽ ചിൽഡ്രൻ അണ്ടർ 15 റയർലി ഗെറ്റ് മെലിയോഡോസിസ്. അപ്പോൾ 15 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ പൊതുവിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഇതിന്റെ സിംറ്റംസ് ആയിട്ട് പൊതുവിൽ പറയാറുള്ളത് മേ പ്രസന്റ് വിത്ത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ സച്ച് ആസ് cutaneous abscesses, pneumonia, meningoencephalitis, sepsis or chronic suppurative infections. ഇങ്ങനെ പൊതുവെ പറഞ്ഞ പോലെ കുറെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇനി പൊതുവായിട്ട് ഈ പറഞ്ഞ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ മാർഗം കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവർ, ഹെഡ് ഏക്ക്, ലോക്കലൈസ്ഡ് പെയിൻ ഓർ സ്വെല്ലിംഗ്,
അൾസറേഷൻ, ചെസ്റ്റ് പെയിൻ, കഫ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഹീമോപ്റ്റൈസിസ്, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് റീജിയണൽ ലിംഫ് നോഡ്സ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സിംറ്റംസും ഇതിൽ കാണപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഇതിനകത്ത് പൊതുവായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്കുകൾ, ബാക്ടീരിയക്കെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പൊതുവായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. ലോങ് ടേം ട്രീറ്റ്മെന്റ് പലപ്പോഴും ആവശ്യമായിട്ട് വന്നേക്കാം. ബിക്കോസ് ഓഫ് സം ക്രോണിക് ഇൻഫെക്ഷൻ കേസുകളാണെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെന്റ് ഇതിനകത്ത് ആവശ്യമായിട്ട് മാറിയേക്കാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ പ്രധാനമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ ഒരു സ്ലൈഡിൽ നിന്നാണ്. ഇത് കൂടുതലായിട്ട് സർഫസ് വാട്ടറിലാണ് കഴിയാറുള്ളതും, അതുപോലെ ഫാറ്റൽ റേറ്റ് കൂടുതലാണ്. വിറ്റ്മോസ് ഡിസീസ് അറിയപ്പെടുന്നു ഈ മെലിയോഡോസിസ് ആണ്. ദെൻ പ്രധാനമായിട്ടും നമ്മുടെ ട്രോപ്പിക്കൽ or സബ് ട്രോപ്പിക്കൽ ഏരിയാസിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. എൻഡമിക് ആയിട്ടിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നോർത്തേൺ ഓസ്ട്രേലിയ, മച്ച് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, സദേൺ ചൈന, ഹോങ്കോങ് ആൻഡ് തായ്വാൻ. ഇത്രയും കാര്യം ഓർത്തിരിക്കണം. പിന്നെ ഇത് സൂനോട്ടിക് ഡിസീസ് അല്ല, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പറ്റുന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇത് ഈ ഒരു അസുഖം ബാധിക്കാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ആ ഒരു ടോപ്പിക് എന്ന് പഠിക്കാനായിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ടോപ്പിക്, സ്പേസ് എക്സ് ക്രൂ ഡോഗ്സ് വിത്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ടു റീച്ച് ആസ്ട്രോനോട്ട്സ് സ്റ്റക്ക് ഇൻ സ്പേസ് ഫോർ 9 months. അപ്പോൾ രണ്ട് ഈ പറഞ്ഞ പോലെ ആസ്ട്രോനോട്ട്സ് ബസ് വിൽമോറും അതേപോലെ സുനിത വില്യംസും, ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9 മാസമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റക്കായി കിടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ രീതിയിൽ സ്പേസ് എക്സ് റോക്കറ്റ്, ഒരു ഡ്രാഗൺ ക്രൂ 10 ഈ പറഞ്ഞ പോലെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പിക്ചറാണിത്. ആ ഒരു ക്രൂ ചെന്നതിന് ശേഷമായിരിക്കും തിരികെ ആ ഒരു റോക്കറ്റിൽ സുനിത വില്യംസിനെ അതുപോലെ ബച്ച് വിൽമോറിനെയും തിരികെ നാട്ടിലേക്ക് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ എനിവേ ഇവിടെ നിന്ന് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാനുള്ള ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിക്കുന്ന ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ളത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് മാൻമെയ്ഡ് ഒബ്ജക്ട് ഇൻ സ്പേസ് ആണ്. ലോഞ്ച് ഓൺ നവംബർ 20, 1998. ഇപ്പോൾ 1998 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു 25 വർഷത്തോളം അപ്പുറത്തായിട്ടുണ്ട്. 26 വർഷമായിട്ടുള്ള ഒരു സാധനമാണ്, ഒരു കമ്പോണന്റ് ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ആൻഡ് ഇറ്റ് സെർവ്സ് ദ ഹാബിറ്റാറ്റ് ഫോർ ആസ്ട്രോണട്സ് ഇൻ സ്പേസ്. സ്പേസിൽ പഠനം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ സ്പേസ് സ്റ്റേഷൻ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എക്സ്പാൻഡ് അവർ നോളജ് അബൌട്ട് സ്പേസ്. നമ്മൾ എന്താ പറയാ, ബഹിരാകാശത്തെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട്, മൈക്രോ ഗ്രാവിറ്റിയെ കുറിച്ച് പഠനങ്ങൾ നടത്താനായിട്ട്, പ്രൊമോട്ട് ന്യൂ സയന്റിഫിക് റിസർച്ചസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഉൾപ്പെടുത്തി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പണിതിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ് ഇവർ ചേർന്നിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് കൊളാബറേറ്റീവ് പ്രോജക്ട് ഓഫ് US നാസയുടെ പ്രോജക്റ്റ് ആണ്. റഷ്യയുടെ റോസ്കോസ്മോസ്, റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് റോസ് കോസ്മോസ് എന്ന് പറയുന്ന. യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, ജാപ്പനീസ് സ്പേസ് ഏജൻസി JAXA ആൻഡ് കനേഡിയൻ സ്പേസ് ഏജൻസി CSA. ഈ 5 സ്പേസ് ഏജൻസിയും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ രൂപീകരിച്ചിരിക്കുന്നതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുള്ള കാര്യം ഓർക്കണം. ഇത് PYQ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്? നാസ, അമേരിക്ക, അതുപോലെ റഷ്യ, യൂറോപ്പ്, ജപ്പാൻ ആൻഡ് കാനഡ. ഈ 5 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ 5 സ്പേസ് ഏജൻസി ചേർന്നിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഇവ ഓർബിറ്റ് ചെയ്യുന്നത് ഏകദേശം ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റിലാണ് ഓർബിറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇസ് ഓർബിറ്റ് അബൌട്ട് 400 കിലോമീറ്റേഴ്സ് അബൌട്ട്. അതുകൊണ്ട് തന്നെ ലോ എർത്ത് ഓർബിറ്റ് ആണ്. 400 കിലോമീറ്റർ ലോ എർത്ത് ഓർബിറ്റ് ആണ്. ഈ ഇടയ്ക്ക് നമ്മൾ വാർത്തയിൽ ഡിസ്കസ് ചെയ്ത നമ്മുടെ സ്പേഡെക്സ് മിഷൻ ഉണ്ടായിരുന്നല്ലോ. സ്പേഡെക്സ് മിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പേഡെക്സ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് 475 ആ ഒരു ഇത്ര കിലോമീറ്ററിലേക്കുള്ളൂ, വിച്ച് മീൻസ് സംവെയർ നിയർ ടു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തന്നെയാണ്. എന്തിനാണ് അത് ഡിസ്കസ് ചെയ്തത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തിനാണ് ലോഞ്ച് ചെയ്തുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അൺഡോക്കിംഗ് സിസ്റ്റം സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഈ ഒരു സ്പേസ് എക്സിന്റെ ക്രൂ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇത് ഡോക്ക് ചെയ്യുമ്പോഴാണ് അവിടെ അതിനകത്ത് ഉണ്ടായിരുന്ന ക്രൂവിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ അവിടെയുള്ള ക്രൂവിന് തിരിച്ച് ഭൂമിയിലേക്ക് വരാനായിട്ട് തിരികെ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. വൺസ് ആളുകൾ ആസ്ട്രോണറ്റ്സ് കയറിയതിനു ശേഷം വീണ്ടും അതിനെ തിരിച്ച് ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഡു അൺഡോക്കിംഗ്. അപ്പോൾ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് ഡോക്കിംഗ് ചെയ്യുക, തിരികെ ഭൂമിയിലേക്ക് പോരായിട്ട് അൺഡോക്കിംഗ് ചെയ്യണം. ഈ 2 സ്റ്റേജ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഈ സ്പേഡെക്സ് മിഷനിലൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ നിലയം 2035 ആകുമ്പോഴേക്കും പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പടികളാണെന്നുള്ള കാര്യം ഓർക്കണം. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്കമിംഗ് ആയിട്ടുള്ള നമ്മുടെ ഗഗൻയാൻ മിഷൻ. ഗഗൻയാൻ ക്രൂഡ് മിഷനാണ്, സ്പേസിലേക്കുള്ള ക്രൂഡ് മിഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രൊപ്പറേറ്റ് ചെയ്യാൻ ഏകദേശം 400 കിലോമീറ്ററിലാണ്. It travels around air at a speed of about 28,000 kilometers per hour. Through സ്പീഡിലാണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് വലയം വെക്കുന്നത്. And this means that it orbits Earth out about every 90 minutes. Every 90 minutes കൂടുമ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് ചുറ്റും ഒരു വലയം വെക്കും എന്നുള്ള കാര്യം, ഓർബിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്നാൽ ആദ്യമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചത് റഷ്യയാണ്. 1971 കാലഘട്ടത്തിൽ റഷ്യ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞ് 73 കാലഘട്ടത്തിലാണ് നാസ US-ന്റെ വിഭാഗം ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ അതിനകത്തേക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡീഷൻ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. 2011
2011 തുടങ്ങിയ അവരുടെ പറഞ്ഞ ചിയാങ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ രീതിയിൽ സ്പേസ് സ്റ്റേഷൻ അവർ പണിയുന്നുണ്ട്. 2011 ഫസ്റ്റ് ഫേസും 2016 അതിന്റെ സെക്കൻഡ് ഫേസും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതിന്റെ ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ ആണ് 1990 ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ ആയിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ചൈന സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഇല്ല എന്നുള്ള കാര്യമാണ്. പാർട്ടിസിപ്പേറ്റ് സ്റ്റേറ്റുകളുടെ അംഗങ്ങളാണ് ആസ്ട്രോണോട്സ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാറുള്ളത്. ഇന്ത്യയും ഇതിനകത്ത് കൊളാബറേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ഈ പറഞ്ഞ സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബൈ 2035 ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ആ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. An Indian long billed vulture with its chick atop a cliff and India's only vulture sanctuary രാമദേവര ബെട്ട നിയർ ബംഗളൂരു. അപ്പം ഇന്ത്യയിലെ ഏക വൾച്ചർ സാങ്ച്വറി ഏതാണെന്ന് വെച്ചാൽ രാമദേവ ബെട്ട സാങ്ച്വറി എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു ലോങ് ബിൽഡ് ഇന്ത്യൻ ലോങ് ബിൽഡ് വൾച്ചറിനെയാണ്. പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ട് ഒരു ലോങ് ബിൽഡ് വൾച്ചറിനെ കുറിച്ചിട്ടും മറ്റ് ഇന്ത്യയിൽ കാണപ്പെടാറുള്ള വൾച്ചർ സ്പീഷീസ് അറിഞ്ഞിരിക്കണം. പരീക്ഷയിൽ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ശരി, ഇന്ത്യ ഈസ് ഹോം ടു 9 സ്പീഷീസ് ഓഫ് വൾച്ചർ. ഇന്ത്യയിലെ പ്രധാനമായിട്ട് 9 സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് ഉണ്ട്. നെയിംലി ഓറിയന്റൽ വൈറ്റ് ബാക്ക്, ലോങ് ബിൽഡ്, സ്ലെൻഡർ ബിൽഡ്, ഹിമാലയൻ, റെഡ് ഹെഡഡ്, ഈജിപ്ഷ്യൻ, ബിയർഡഡ്, സിനിറസ് ആൻഡ് യുറേഷ്യൻ ഗ്രിഫൺ. ഇങ്ങനെ ഒരു 9 സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് ആണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ സിഗ്നിഫിക്കന്റ് ഡിക്ലൈൻ ഇൻ വൾച്ചർ പോപ്പുലേഷൻ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ സൗത്ത് ഏഷ്യൻ റീജൻസ്, പർട്ടിക്കുലർലി ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാളിലൊക്കെ പ്രധാനമായിട്ട് ഇതിന്റെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മൾ ഒരുപക്ഷെ വാർത്ത കേട്ടാണ് ഡൈക്ലോഫെനാക് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്, ഒരു പോയിസണസ് കോമ്പൗണ്ട് ആണ്. ഇത് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. കാറ്റിൽസിന് ഈ പറഞ്ഞ പോലെ ഡെഡ് ആയിട്ടുള്ള കാറ്റിൽസിന് ഈ പറഞ്ഞ രീതിയിൽ വൾച്ചേഴ്സിനെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൾച്ചേഴ്സിനെ കിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഡെഡ് ആയിട്ടുള്ള കാറ്റിൽസിന് വേണ്ടി ഡൈക്ലോഫെനാക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ വൾച്ചേഴ്സ് അത് ഭക്ഷിച്ചു കഴിയുമ്പോഴേക്ക് അവർ മരണമടയാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഡൈക്ലോഫെനാക് പൊതുവിൽ കാറ്റിൽസിൽ മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോർമോൺ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ്. അത് പലപ്പോഴും ഓവർഡോസ് ആയിട്ട് കൊടുക്കുമ്പോഴും ഈ കാറ്റിൽസ് മരണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർഡോസ് ആയിട്ട് കൊടുക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള കാറ്റിൽസിലെ ഈ ഇത്തരത്തിൽ വൾച്ചേഴ്സ് ഒന്ന് ഫീഡ് ചെയ്യുമ്പോൾ വൾച്ചേഴ്സ് മരണപ്പെടാറുണ്ട്. അങ്ങനെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഇപ്പം കറന്റ് പറയുവാണെങ്കിൽ ഇത്തരത്തിലുള്ള വൾച്ചർ സ്പീഷീസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ കോൺസിക്വന്റ് എക്കോളജിക്കൽ ക്രൈസിസ് പോലെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ബട്ട് വൾച്ചേഴ്സിന്റെ റോൾ എക്കോസിസ്റ്റം വളരെ പ്രധാനമാണ്. ബിക്കോസ് ദേ ആക്ട് ആസ് എ ഡീകമ്പോസിഷൻ ആൻഡ് ന്യൂട്രിയൻ സൈക്കിളിന് വളരെ പ്രാധാന്യമുണ്ട്. ബിക്കോസ് വൾച്ചേഴ്സ് എഫിഷ്യന്റ്ലി കൺസ്യൂം ക്യാരി ഓൺ ഡെഡ് ആനിമൽസ് നന്നായിട്ട് ഭക്ഷിക്കുന്നവയാണ്. preventing carcasses from accumulating and rotting. Okay, then this helps to decompose organic matter and return nutrients back to the soil, which benefits plant growth and overall health of the ecosystem. സഹായിക്കുന്നതാണ്. പിന്നെ ഡിസീസ് പ്രിവെൻഷന് സഹായിക്കാറുണ്ട്. ബിക്കോസ് vultures have incredibly strong stomachs ആണ് and very acidic digestive juices ഉണ്ട്. And this powerful acid can kill bacteria and viruses that can cause diseases like anthrax, rabies, botulism, like as a true dead end for the pathogens കൂടിയാണ് vultures എന്ന് പറയുന്നത്. Then ഇവ ഇൻഡിക്കേറ്റർ സ്പീഷീസ് കൂടിയാണ്. ബിക്കോസ് vultures are sensitive to changes in their environment ആണ്. And a decline in vulture population can be an indicator of wider ecological problems such as pollution or a shortage of food sources. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് കൂടിയാണ് vulture എന്നുള്ള കാര്യം ഓർക്കുക. വെരി സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് ആണ്. ദെൻ ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടാറുള്ള 9 വൾച്ചർ സ്പീഷീസ് എന്ന് പറഞ്ഞല്ലോ. ഇവയുടെ ഓരോന്നിന്റെ IUCN സ്റ്റാറ്റസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ബിക്കോസ് പരീക്ഷയിൽ ചോദിക്കാം. അതിൽ ഫസ്റ്റ് വൺ ഓറിയന്റൽ വൈറ്റ് ബാക്ക്ഡ് വൾച്ചറിന്റെ കാര്യത്തിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. സ്ലെൻഡർ ബിൽഡ് വൾച്ചേഴ്സ് ആണെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡും. ലോങ് ബിൽഡ് വൾച്ചർ വീണ്ടും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഈജിപ്ഷ്യൻ വൾച്ചർ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഇരിക്കുന്നത് ഓറിയന്റൽ വൈറ്റ് ബാക്ക്ഡ് വൾച്ചറും സ്ലെൻഡർ ബിൽഡ് വൾച്ചർ, ലോങ് ബിൽഡ് വൾച്ചർ ഇവയെല്ലാം ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് പട്ടികയിലാണ് വരുന്നത്. ഈജിപ്ഷ്യൻ വൾച്ചർ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ഗണത്തിലാണ് വരുന്നത്. അതേപോലെ റെഡ് ഹെഡ് വൾച്ചർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഇന്ത്യൻ ഗ്രിഫൺ വൾച്ചർ ലീസ്റ്റ് കൺസേൺ, ഹിമാലയൻ ഗ്രിഫൺ നിയർ ത്രെറ്റൻഡും, സിനിയറസ് വൾച്ചർ എന്ന് പറയുന്നത് നിയർ ത്രെറ്റൻഡ് ആൻഡ് ബിയർഡ് വൾച്ചർ നിയർ ത്രെറ്റൻഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള 4 എണ്ണം ഉള്ളത് ഇന്ത്യൻ ലോങ് ബിൽഡ് വൾച്ചർ, ഇതിപ്പോൾ വാർത്തയിലുള്ള ഇന്ത്യൻ ലോങ് ബിൽഡ് വൾച്ചർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. സ്ലെൻഡർ ബിൽഡ് വൾച്ചർ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ്, ഓറിയന്റൽ വൈറ്റ് ബാക്ക്ഡ് വൾച്ചർ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് ആണ്. പിന്നെ റെഡ് ഹെഡഡ് വൾച്ചർ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ്. ഇത്രയാണ് ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് പട്ടികയിലുള്ളത്. ബാക്കി ലീസ്റ്റ് കൺസേൺഡും നിയർ ത്രെറ്റൻഡും ആണ്. ദെൻ ഈ പറഞ്ഞ രീതിയിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട് ഈജിപ്ഷ്യൻ വൾച്ചർ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ IUCN സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് പരീക്ഷകൾ ചോദിച്ച് കാണാറുണ്ട് ഇത്തരത്തിൽ PYQs ആയിട്ട്. ഓക്കെ, ഓർത്തറാണ് ആ ഒരു ആർട്ടിക്കൽ പ്രിലിംസിന് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കൽ ആണ്. പിന്നെ ഒരു കാര്യം നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഒള്ളി വൾച്ചർ സാങ്ച്വറി എന്നറിയപ്പെടുന്നതാണ് രാമദേവര ബെട്ട നിയർ ബംഗളൂരു. ബംഗളൂരുള്ള രാമദേവര ബെട്ട സാങ്ച്വറി എന്നുള്ള കാര്യം നോക്കുക. ഇറ്റ്സ് ഓൺലി വൾച്ചർ സാങ്ച്വറി ഇൻ ഇന്ത്യ. സോ ദാറ്റ്സ് ഓൾ. ദെൻ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് റെയർ സക്സസ്. ഈ ഒരു എഡിറ്റോറിയൽ ബേസിൽ സൈഡ് ഇട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നോർമലി പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓരോ വിധി പ്രഖ്യാപനങ്ങൾ ചെയ്യുമെങ്കിൽ പോലും അതിന്റെ ആ വിധിയിൽ തുടർന്ന് അറസ്റ്റോ കാര്യങ്ങളോ പലപ്പോഴും ചെയ്യാറില്ല. പക്ഷേ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ റെയർ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് ഫോർമർ പ്രസിഡന്റ് ഓഫ് ഫിലിപ്പൈൻസ് റോഡ്രിഗോ ഡ്യൂറട്രെ അദ്ദേഹത്തിനെതിരെ ഒരു വാറണ്ട് ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെ ഈയിടയ്ക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഇന്റർനാഷണൽ ക്രിമിനൽ
കോർട്ടിന്റെ ഒരു റെയർ സക്സസ് ഒരു വാർത്ത കൂടിയായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ഓഫ് മർഡറിനെതിരായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കേസ് അദ്ദേഹത്തിന്റെ വാറന്റ് ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് അറിയേണ്ട ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ചാണ്. സോ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാസ് ക്രിയേറ്റഡ് ബൈ റോം സ്റ്റാറ്റ്യൂട്ട് ഇൻ റെസ്പോൺസ് ടു നീഡ് ടു ഹാവ് പെർമനന്റ് കോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് അഡ് ഹോക് ട്രിബ്യൂണൽസ് വരെ ഒരു പെർമനന്റ് കോർട്ട് വേണം എന്ന രീതിയിൽ ഉണ്ടാക്കിയ റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നുള്ളതാണ്. സോ ഇത് വളരെ നമുക്ക് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതുപോലെ തന്നെ ഒരു കോടതിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഏറ്റവും പഠിക്കുന്നത് നല്ലത്. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ബിക്കോസ് ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1946, ബട്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞാൽ 2002 മാത്രമാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ UN റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ വേൾഡ് കോർട്ട് എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ് ഈ ICJ ആണെന്നുള്ള കാര്യം നോക്കാം. UN ബാക്കപ്പ് ഉള്ളത്. പക്ഷേ ICC എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. മേ റിസീവ് കേസസ് റെഫറൽ ഫ്രം UN സെക്രട്ടറി, മേ റിസീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് പ്രധാനമായിട്ട് ഈ പറഞ്ഞ UN ഒഫീഷ്യൽ കോർട്ട് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ലൊക്കേഷൻ രണ്ടും ഒരിടത്ത് തന്നെയാണ്. ഹേഗ് നെതർലാൻഡ്സിലാണ് രണ്ടിന്റെയും ലൊക്കേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇവർ കൈകാര്യം ചെയ്ത കേസുകളാണ് വ്യത്യാസം ഇരിക്കുന്നത്. ICJ ഡീൽ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ കണ്ടൻഷ്യസ് ബിറ്റ്വീൻ പാർട്ടീസ് ആൻഡ് അഡ്വൈസറി ഒപ്പീനിയൻസ് ആയിരിക്കും പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ദെൻ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് കൂടുതലും ചെയ്യാറുള്ളത്. ലൈക്ക് ജീനോസൈഡ്, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി, വാർ ക്രൈംസ്, ക്രൈംസ് ഓഫ് അഗ്രഷൻ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടു ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസും അഡ്വൈസറി ഒപ്പീനിയൻസും ആണ്. സോവർണിറ്റി, ബൗണ്ടറി, രാജ്യങ്ങൾക്ക് തമ്മിലിടയിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പലപ്പോഴും ഡീൽ ചെയ്യാറുണ്ട്. ദെൻ ഫണ്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും ICJ UN ഫണ്ടഡ് ആണ്. പക്ഷേ ICC എന്ന് പറയുന്നത് UN ഫണ്ടഡ് അല്ല. ഇൻഡിവിജ്വൽ കൺട്രീസ്, അതായത് റോം സ്റ്റാറ്റ്യൂട്ടിൽ സൈൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണം. ICCയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സൈൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെയുള്ള മെമ്പർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പ്രധാനപ്പെട്ട ഫണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയണം, ഇന്ത്യ എന്ന് പറയുന്ന ICJയിലെ മെമ്പറാണ്. ബട്ട് ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ICC. ഇന്ത്യ ഇവിടെയാണ് വരുന്നത്, ICJയിലാണ്. ഓക്കെ, ICJയിൽ ഇന്ത്യ ഒരു മെമ്പറാണ്. ബട്ട് ICCയിൽ ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ. ഇന്ത്യ മെമ്പർ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു. ബിക്കോസ് ഇന്ത്യ റോം സ്റ്റാറ്റ്യൂട്ട് സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ICCയിൽ ഇന്ത്യ മെമ്പർ അല്ല. ബട്ട് വി ആർ എ പാർട്ട് ഓഫ് ICJ ഓർ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഇത്രയാണ് എന്താ ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാണ്ടായിരുന്നത്. ബിക്കോസ് മൺഡേ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് വലിയ ആർട്ടിക്കിൾസ് നമുക്ക് വരാറില്ല. അതുകൊണ്ടാണ് കൂടുതലും ഫിലിംസ് ഓർഡിന്റെ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റൻ ആണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിച്ചോളൂ. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട 3 സെമി ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് വരുന്നതാണ്. സോ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ബിയോണ്ട് അവർ കറക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കറക്റ്റ് ആൻസർ പറയാം. എല്ലാവരും കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.